പ്രൊട്ടസ്റ്റ് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജെൻസി കാറ്റഗറിയിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഏറ്റെടുത്ത് നടത്തുന്ന കണ്ടപ്പം ഇതിനകത്തോട്ട് വിഷം കുത്തി വെക്കാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം. എടാ ആരാ പറഞ്ഞേ ഗൈസ്, ഞാൻ ഇത് എടാ നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജാതി മതമൊക്കെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഒരുപാട് നേരം ക്യൂ ഒക്കെ നിന്ന് മറ്റേ അക്ഷയയിലൊക്കെ പോയി ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഇതാക്കണമെന്ന്. ഒരു ദിവസം കൊണ്ട് എൻ്റെ ജാതി മാറി, മതം മാറി, എൻ്റെ രാഷ്ട്രീയം മാറി. ഒറ്റ ദിവസം. ഇന്ന് ഉച്ചയ്ക്കൊരു വീഡിയോ വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എൻ്റെ മതവും ജാതിയൊക്കെ മാറിയില്ലേ? പിന്നല്ലാതെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണത്? ഇതൊന്നും ഒരു വലിയ പരിപാടിയുള്ള പരിപാടിയല്ല. പേരൊക്കെ മാറ്റിക്കളഞ്ഞ ആൾക്കാര് പേരൊക്കെ മാറ്റി. എൻ്റെ പേര് മാറ്റി, ജാതകം മാറ്റി, ജാതി മാറ്റി, മതം മാറ്റി, എല്ലാം മാറ്റിക്കളഞ്ഞു. ടോട്ടലി ചേഞ്ച്. പുതിയൊരു മനുഷ്യനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. വെൽക്കം ബാക്ക്. നമുക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പറയാം കേട്ടോ ഗൈസ്. ഈ ചാറ്റിനകത്തൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റിനകത്തൊക്കെ ആൾക്കാർ ഓരോന്ന് വന്നിരുന്ന് കമന്റ് ഇടുന്ന കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരണേ. ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ റീച്ചിന് വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ, എടാ ഇവിടുന്ന് ഡൽഹി പോയി എത്ര രൂപ ചിലവ് വരും? ഞാൻ റീച്ചിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഡൽഹിയിലൊക്കെ പോയി ഞാൻ മറ്റേ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് ആൾക്കാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കണതൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഇതല്ല നമ്മുടെ ഉദ്ദേശം. ചില ആൾക്കാർ പറയുന്നതായിട്ട് ഫേക്ക് പ്രതികരണ ശേഷിയെന്ന്. ഈ ഫേക്ക് പ്രതികരണ ശേഷി അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഇത് മറ്റേ റീച്ചിന് വേണ്ടിയുള്ള പ്രതികരണ ശേഷി എന്ന് പറഞ്ഞ ആൾക്കാരോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ച് നാളല്ല, വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് പാവപ്പെട്ട വീട്ടിലിരിക്കുന്ന അമ്മമാർ തൊട്ട് പെങ്ങന്മാരുടെ വരെ വീഡിയോസും ഫോട്ടോസും ടെലഗ്രാമിലൊക്കെ കിടന്ന് കറങ്ങിയ സമയത്ത് ഈ പ്രതികരണ ശേഷിയുള്ള ചേട്ടായിമാരൊക്കെ എവിടെയായിരുന്നു? അത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ വീഡിയോ ഇട്ടപ്പോഴാണോ അറിഞ്ഞത് ഇതുപോലെ വീട്ടിലിരിക്കുന്നവരുടെ വരുന്നുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിന്റെ മാത്രമല്ല വരുന്നതെന്ന്? അതുപോലെ എത്ര കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. നമ്മൾ എൻ്റെ അടുത്ത് പറയണെങ്കിൽ AC റൂമിലിരുന്ന് ഗെയിം കളിക്കാൻ മാത്രമല്ലേ ഉമ്മാർക്ക് പറ്റത്തുള്ളൂ. ഇതാണ് ഈ AC റൂമിലിരുന്ന് ഞങ്ങൾ ഗെയിം കളിക്കാൻ മാത്രമല്ലാതെ അതിന് പുറമേ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് ബ്രോ. അതിങ്ങനെ ഒരു സമയം വരുമ്പോൾ എടുത്ത് വെച്ച് കണക്ക് പറയാൻ താല്പര്യമില്ല ബ്രോ. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പാർട്ട് ഫ്രം ഗെയിമിങ്ങും ബാക്കി കാര്യങ്ങളല്ലാതെ കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യം എടുത്ത് നോക്കിയാൽ മതി. രണ്ടാമത്തെ കാര്യം ഗൈസ്, ഞാൻ ഇതുവരെ എൻ്റെ ലൈവിൽ ഡിസ്കസ് ചെയ്യാത്ത വേറൊരു കാര്യമുണ്ട് ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ ചന്ദ്ര ലൈവ് നോക്കാം. ചില്ല ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ നമ്മുടെ ലൈവിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, നമ്മൾ മറ്റേ പാർട്ടിയും മതവും ഇതൊന്നും ഡിസ്കസ് ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ ആൾക്കാർ എൻ്റെ പാർട്ടിയൊക്കെ മാറ്റിയത് കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ബ്രോ. ഞാൻ ഇതുവരെ ഇതങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ പറയുക. ഞാൻ നല്ല ഒന്നാം തരം SFIക്കാരനായിരുന്നു. എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലിയുള്ള എല്ലാവരും മോസ്റ്റ് ഓഫ് ദ എല്ലാവരും എൻ്റെ ഫാമിലിയിലെ ഗ്രാൻഡ് പേരൻസ് അടക്കം ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ഈ പറയണത് പോലെ ബ്രോ എൻ്റെ പ്രതികരണ ശേഷിയൊക്കെ അറിയണമെങ്കിൽ മറ്റേ കലഞ്ഞൂർ സ്കൂളിലൊക്കെ, പത്തനംതിട്ടയിലെ കലഞ്ഞൂർ സ്കൂളിലൊക്കെ പോയി അന്വേഷിച്ചാൽ മതി. SFIയുടെ സെക്രട്ടറിയും ഇതുവരെ കൊടി പിടിക്കാനും അത് പിടിക്കാനും ഒക്കെ ഞാൻ പലതിനും പോയിട്ടുണ്ട്. പക്ഷേ എന്ന് കരുതി ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയുടെ സൈഡിൽ നിന്ന് ഒരു മോശം പ്രവർത്തനം വന്നാൽ അത് എടുത്തു പറയാനും അതിനെ അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ടനല്ല ഞാൻ. മനസ്സിലായ? എൻ്റെ പ്രതികരണ ശേഷി അങ്ങനെയാണ്. ഇത്രയും നാൾ നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരുന്നത് LDF സർക്കാർ തന്നെയാണ്. അതിൽ തന്നെ പലവട്ടം നമുക്ക് തോന്നാത്ത, ഞാൻ മറ്റേ ഒരു 14 വയസ്സുള്ള കുട്ടിക്ക് മറ്റേ ബോക്സിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനം നോക്കിയപ്പോൾ സമയത്ത് റൂളിംഗ് പാർട്ടിയിലുള്ള കുറേ ആൾക്കാരുടെ അടുത്ത് പോയിട്ടും അത് നടന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ട്രീം വഴി നിങ്ങളിൽ പല ആൾക്കാരെ സഹായിച്ചിട്ടാണ് ആ കൊച്ച് ആ ടൂർണമെന്റ് പങ്കെടുക്കാൻ പോയത്. ആ സമയത്ത് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് യാതൊരു വിധ സപ്പോർട്ടും കിട്ടിയിട്ടില്ലെന്ന്. ഇതൊക്കെ തുറന്നു പറയാനുള്ള മനസ്സും തുറന്നു പറയാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ പാർട്ടി നിങ്ങളായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് ഞാനത് പറയുന്നതേ ഉള്ളൂ. എനിക്കങ്ങനെ ഞാനൊരു സാധനത്തിൽ വിശ്വസിക്കുന്നു എന്ന് വിചാരിച്ച് അവരെന്ത് പോക്കൃത്തരം കാണിച്ചാലും ഞാനത് ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനല്ല. ഈ കണ്ണാടി വെച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബ്ലൈൻഡ് ആക്കുമായിരിക്കും, എന്നാലും ഞാൻ പറയാം, ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യണ ഒരുത്തനല്ല. അത് ഞാൻ അത് പണ്ട് തൊട്ടേ നമ്മുടെ ഒരു സാധനം കീപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ എത്തിക്സിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും ഇന്നേ വരെ ചെയ്തിട്ടുമില്ല, ചെയ്യത്തുമില്ല. അത് അങ്ങനത്തെ ഒരു കാര്യം കീപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ്. പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം വന്ന് നമ്മുടെ പാർട്ടിയൊക്കെ മാറ്റി പറയുമ്പം അത് വിഷമാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പം ഒരു സമയം ചില ആൾക്കാർക്ക് പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് ഇഷ്ടമായിരിക്കും, ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോകാനും അവരുടെ കരിയർ ആക്കാനും പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളിൽ തന്നെ നിൽക്കാനും ഒക്കെ. പക്ഷേ എൻ്റെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഗെയിമിങ്, സ്ട്രീമിങ് ഇതിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കിനും എനിക്കങ്ങനെ പാർട്ടി പ്രവർത്തനവും ബാക്കി പരിപാടികളും മറ്റേ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊന്നും പോകാനുള്ള സമയം ഇല്ലാതെ ആയതായി എന്ന് കരുതി അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എൻ്റെ മതം മാറ്റാനും എൻ്റെ ജാതി മാറ്റാനും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയെ മാറ്റാനും ഒന്നും കമന്റ് സെക്ഷനിൽ ഇരിക്കുന്ന ആർക്കും യാതൊരു റൈറ്റും ഇല്ലെന്ന് ഞാൻ പറയണം. പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം ഗൈസ്, ആ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്ത ഒരു കാര്യത്തിൽ എനിക്കൊരു വലിയ കാര്യം എടുത്തു പറയാനുണ്ട്. ഞാൻ ഇപ്പോഴും പറയുവാണ്, ഈ പ്രൊട്ടസ്റ്റിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം
നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് വരാൻ പോകുന്ന ചേഞ്ചസ് ആണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് നീറ്റ് പരീക്ഷ ഹോസ്റ്റ് ചെയ്തു, ബാക്കി പരിപാടികളൊന്നും എല്ലാം ഇതാക്കി കൊടുത്തു, ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ വേണ്ടുന്നത്? നമുക്ക് വേണ്ടുന്നത് എൻഷുർ ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല. റിപ്പീറ്റഡ് ആയിട്ട് പലവട്ടം ഇതുണ്ടായിട്ടുണ്ട്. ഇനി ഒരു സാധനം ഉണ്ടാവത്തില്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്കോട്ട് വേറെ ആർട്ടിക്കിളും വേറെ സാധനങ്ങളും ഒക്കെ കുത്തിക്കേറ്റുന്ന കുറെ പേര് ഈ സമരത്തിന്റെ ഇടയ്ക്കുണ്ട്. അത് ഒരു പർട്ടിക്കുലർ ആൾക്കാർ പറയണത് ശരിയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സാധനം പീസ്ഫുൾ ആയിട്ട് പൊക്കോണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗെയിമിന്റെ കാര്യമൊക്കെ പറയാം. നമ്മൾ ഇതിനകത്തുനിന്ന് മര്യാദയ്ക്ക് കളിച്ച് നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കി ഒരു കമ്മ്യൂണിറ്റി നന്നായിട്ട് പോകുന്നു തോന്നുമ്പോൾ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഡീഡോസ് അടിച്ച് ഉപദ്രവിക്കുന്നില്ലേ? അതുപോലെയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജെൻസി കാറ്റഗറിയിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഏറ്റെടുത്ത് നടത്തുന്ന കണ്ടപ്പം ഇതിനകത്തോട്ട് വിഷം കുത്തി വെക്കാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും കുറേ പേരുണ്ട്. ആ സാധനത്തിനോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതാക്കാനും പറ്റില്ല. മനസ്സിലായോ? നമുക്ക് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ വന്ന സിസ്റ്റം ഫെയിലിയറിലുള്ള കറക്ഷൻസ് എന്തോന്ന് വെച്ചാൽ എടുത്തിട്ട് അത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു ഫീഡ്ബാക്ക്, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ വിചാരിക്കുന്നുള്ളൂ. നിങ്ങളും അങ്ങനെ തന്നെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ മറ്റേ തീവ്രവാദവും മറ്റേ അതും ഇതും പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നിങ്ങളെ പോലെ തന്നെ എൻ്റെ മനസ്സിലുള്ള ഈ തോട്ടായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഒരേ പ്രൊട്ടസ്റ്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്.